ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിലൂടെ രാമായണ താരങ്ങളുടെ പ്രതിഫല റിപ്പോർട്ടാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചതെങ്കിൽ ഈ വീഡിയോയിലൂടെ ഇന്ത്യയിലെ തന്നെ സൂപ്പർ താരങ്ങളുടെയും ഒപ്പം 2 സംവിധായകരുടെ പ്രതിഫല റിപ്പോർട്ടാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതിൽ ആദ്യമേ തന്നെ വരികയാണെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ ഇതുവരെയുള്ള ഒരു നായക നടന്റെ ഏറ്റവും വലിയ പ്രതിഫലം അത് അല്ലു അർജുന്റെ പുഷ്പ 2-വിൽ നിന്നുള്ള പ്രതിഫലമാണ്. 1700 കോടിയിലേറെ കളക്ഷൻ നേടിയെടുത്ത പുഷ്പ 2-വിൽ നിന്നുള്ള അല്ലു അർജുന് കിട്ടിയ പ്രതിഫലം 300 കോടിയിലധികം രൂപയായിരുന്നു. ഇപ്പോഴത്തെ അല്ലു അർജുന് തൊട്ട് പിന്നാലെ തന്നെ വിജയും 300 കോടിയിലേക്കുള്ള എൻട്രി നടത്തിക്കഴിഞ്ഞിരിക്കുകയാണ് എന്നൊരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. വിജയുടെ ഇനി തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ജനനായകൻ എന്ന സിനിമയിലെ വിജയുടെ പ്രതിഫലം 300 കോടിയാണ് എന്നൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. രാഷ്ട്രീയ പ്രവേശനത്തിന് തൊട്ട് മുന്നുള്ള വിജയുടെ സിനിമ കൂടി എന്നൊരു പ്രത്യേകത കൂടി ജനനായകൻ എന്ന സിനിമയ്ക്കുണ്ട്. സിനിമയുടെ ആകെ ബഡ്ജറ്റ് എത്രത്തോളം ഭീമമായിരിക്കുമെന്ന് വിജയുടെ പ്രതിഫലം കാണുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതാണ്. വിജയ് പോലെ തന്നെ തമിഴിലെ മറ്റൊരു സൂപ്പർ താരമാണല്ലോ രജനികാന്ത്. തലൈവർ രജനികാന്തിന്റെ ഏറ്റവും പുതിയ പ്രതിഫല റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ വിജയ്ക്ക് തൊട്ട് പിന്നിൽ തന്നെ പ്രതിഫലം ഉയർത്തി രജനി മുന്നിലുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. കൂലി എന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയതായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയിൽ നിന്നുള്ള രജനിയുടെ പ്രതിഫലം 250 കോടിയിൽ പരം രൂപയാണ് എന്നും ഇതുകൂടാതെ കൂലി എന്ന സിനിമയിലെ ലാഭവിഹിതം കൂടി രജനികാന്തിന് നിശ്ചിത ഷെയറിന്റെ അടിസ്ഥാനത്തിൽ ലഭ്യമായിരിക്കുമെന്നൊരു റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട്. കൂലി എന്ന സിനിമയിലെ നായകന് മാത്രമല്ല സംവിധായകന് കൂടി വൻ പ്രതിഫലമാണ് എന്ന് ഇപ്പോൾ തന്നെ കൺഫേം ആക്കപ്പെട്ടിരിക്കുകയാണ്. തമിഴിലെ കഴിഞ്ഞ 5 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ബ്രാൻഡ് സംവിധായകനാണല്ലോ ലോകേഷ് കനകരാജ്. തമിഴ് സിനിമയ്ക്ക് LCU എന്നൊരു പുതിയൊരു യൂണിവേഴ്സ് പരിചയപ്പെടുത്തി കൊടുത്ത ലോകേഷിന്റെ ഏറ്റവും പുതിയ സിനിമ കൂലിയിൽ നിന്നുള്ള ലോകേഷിന്റെ പ്രതിഫലം 50 കോടിയാണ് എന്നൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ലോകേഷ് പോലെ തന്നെ സംവിധായകനും ഒപ്പം തന്നെ ഇപ്പോൾ നടനും കൂടിയായി മാറിയ കാന്താര എന്ന സിനിമയുടെ സംവിധായകൻ ഋഷഭ് ഷെട്ടിയുടെ പ്രതിഫലത്തിലേക്ക് വരികയാണെങ്കിൽ അതും ഞെട്ടിക്കുന്ന ഒന്ന് തന്നെയാണ്. ഹോംബാലെ ഫിലിംസ് നിർമ്മിച്ച ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്ത് നായകനായി എത്തിയ കാന്താര എന്ന സിനിമയുടെ ആദ്യ ഭാഗത്തിലെ ഋഷഭ് ഷെട്ടിയുടെ പ്രതിഫലം 4 കോടിയായിരുന്നെങ്കിൽ ഈ വർഷം ഒക്ടോബർ 2-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്ന കാന്താര ചാപ്റ്റർ 1 അഥവാ കാന്താര 2-വിൽ നിന്നുള്ള ഋഷഭ് ഷെട്ടിയുടെ പ്രതിഫലം 100 കോടിയാണെന്നൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഈ വീഡിയോയിൽ ഒരു സിനിമയിൽ നിന്നും അടുത്ത സിനിമയിലേക്ക് എത്തിയപ്പോൾ ഏറ്റവും വലിയ പ്രതിഫല വർധന വന്നിരിക്കുന്നത് ഋഷഭ് ഷെട്ടിക്ക് തന്നെയാണെന്ന് നിസ്സംശയം പറയാം. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള സിനിമാ വാർത്തകൾക്ക്.